ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ സുരുട്ടിൻ്റെ ബർത്ത്ഡേൻ്റെ വീഡിയോ ആണ് കേട്ടോ. ബർത്ത്ഡേ ജൂൺ 25 കഴിഞ്ഞു കേട്ടോ. അന്ന് എടുത്തു വെച്ച വീഡിയോസും ഫോട്ടോസൊക്കെയാണ്. അപ്പം ഇപ്പോഴാണ് അതൊന്ന് എഡിറ്റ് ചെയ്ത് വീഡിയോ ആക്കാനൊക്കെ പറ്റിയത് കേട്ടോ. സമയക്കുറവും മടിയും ഒക്കെ കാരണം. പിന്നെ വീഡിയോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക വെച്ചാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാം കേട്ടോ. കേക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ കേക്ക് ഉണ്ടാക്കുന്ന ആളൊന്നുമല്ല, പക്ഷേ ആവശ്യത്തിന് ഉണ്ടാക്കും. ഒരു കൊല്ലത്തിലൊരു 2 3 അങ്ങനെയൊക്കെ ഉണ്ടാക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ കേക്ക് നല്ല മിനുസത്തിലും അതിൻ്റെ ഡെക്കറേറ്റിംഗ് ഒന്നും എനിക്ക് വല്ലാതെ ഇതില്ല കേട്ടോ. പക്ഷെ ചെയ്യും. ടേസ്റ്റാണ് എന്ന് പറയും കേട്ടോ എല്ലാവരും. നല്ല ടേസ്റ്റ് ഉണ്ട് പറയും. പക്ഷെ കാണാനൊരു വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നാലും ഞാൻ തന്നെ ചെയ്യലാണ്. അപ്പം ഇപ്രാവശ്യം കേക്ക് ഞാൻ ചെയ്യാണ്. അപ്പോൾ ഒരു 2 ലെയറുള്ളൊരു കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം 2 ലെയറിൽ ഒറ്റ ലെയറിൽ ഞാൻ ഉണ്ടാക്കലുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം നമുക്കൊന്ന് മാറ്റി പിടിച്ച് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ 2 കേക്ക് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ചെറിയൊരു കേക്കും വലിയൊരു കേക്കും ഒക്കെ ഇങ്ങോട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാനുള്ള എല്ലാ സാധന സാമഗ്രികളും ഇവിടെ ഉണ്ട് കേട്ടോ, എൻ്റെ അടുത്തുണ്ട്. പക്ഷേ ഉണ്ടാക്കൂല എന്നുള്ളൂ. ഇതേപോലെ 1 2 കൊല്ലത്തിൽ 1 2 അങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് അത് ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ പഠിച്ചെടുക്കുക കേട്ടോ. നമുക്ക് എന്താ അതിൻ്റെ ആ ഒരു ഡെക്കറേറ്റിങ്ങും കാര്യങ്ങളും ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കുക, അപ്പോൾ വേറൊന്ന് നമുക്കൊരു ഐഡിയ വെച്ചിട്ട് വേറൊന്ന് ചെയ്യുക, അപ്പോൾ അത് അതിനേക്കാളും നന്നാവും. അങ്ങനെയാണല്ലോ നമ്മളെല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുക. പക്ഷേ എനിക്കെന്തോ പൊതുവേ അതിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുമ്പോൾ എന്താ വെച്ചാൽ ഇത് ഉപ്പാണ് കേട്ടോ, കല്ലുപ്പ്. ഇത് ഞാൻ ഇതിൻ്റെ മുന്നേ കേക്ക് ഉണ്ടാക്കിയപ്പോഴും ഈ ഉപ്പ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ആ ഉപ്പ് ഉണ്ടാകുമ്പോൾ ആ ഉപ്പും കൂടി ഒന്ന് ചൂടാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കേക്ക് വെന്ത് കിട്ടും കേട്ടോ. ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ യൂട്യൂബിൽ ആരതൊക്കെയോ കണ്ടുകൊണ്ടാണ് ഞാൻ അത് ചെയ്യണത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്റർ ഫസ്റ്റ് ഈ ഒരു ഇതിലാണ് ചെയ്യണത്. ഒരു വലിയൊരു ചെമ്പട്ടിയിലാണ് കേട്ടോ ചെയ്യുന്നത്. ചെമ്പട്ടി എന്നാണ് ഇവിടെ പറയുക. ചെമ്പട്ടിയിലാണ് ഫസ്റ്റ് ചെയ്യണത്. പിന്നെ ചെറിയ കേക്ക് ചെയ്യണത് ഒരു കുക്കറിലാണ് കേട്ടോ. ഞാൻ ഉപയോഗിക്കാത്തൊരു കുക്കറുണ്ട്, അപ്പോൾ ആ കുക്കറിലാണ് ചെയ്യണത് കേട്ടോ. അങ്ങനെ 2 കേക്കും ഞാൻ ഒരേപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്ര ടൈം എടുത്തു എന്നൊന്നും പറയാൻ എനിക്കറിയില്ല കേട്ടോ. കാരണം ഞാൻ ടൈമൊക്കെ നോക്കിയിനി എത്ര ടൈമിലാണ് വെച്ചതെന്നൊക്കെ. പക്ഷെ അത് എടുത്ത സമയത്ത് കുറേ രാത്രിയായി പോയി കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് അത് വീഡിയോ എടുക്കാനൊന്നും അപ്പോൾ പറ്റിയില്ല. പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ അവിടുന്ന് എടുത്ത് അത് പൊങ്ങി വന്ന് വെന്ത് അവിടുന്ന് എടുത്ത് കഴിഞ്ഞിട്ട് ഡെക്കറേറ്റ് ചെയ്തപ്പോൾ പിന്നെ സുലു ഓളെ എഴുത്തും വായനയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. സുലുട്ടി, അതാണ് 2ാമത്തെ കേക്ക്. സുലുട്ടി അതിൻ്റെ ഓളെ എഴുത്തും വായനയൊക്കെ കഴിഞ്ഞാണ്ട് വന്നപ്പോൾ അപ്പോൾ ഓള് ഇങ്ങനെ വെറുതെ എടുത്തതാണ്. പിന്നെ ഞാൻ ഈ ഡെക്കറേറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കേട്ടോ. കണ്ടില്ലേ എൻ്റെ കേക്കിൻ്റെ ഫിനിഷിങ് നല്ല അടിപൊളിയല്ലേ. അത് ചെയ്ത് പഠിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ചെയ്ത് വേണമെങ്കിൽ പഠിച്ചെടുക്കാം. പക്ഷേ എനിക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ചെയ്യാത്തത്. പക്ഷേ കഴിക്കുമ്പോൾ നമുക്ക് പുറത്തുനിന്നുള്ളത് നല്ലതാണോ അല്ലേ അതല്ല കേട്ടോ ഞാൻ പറയണത്. പക്ഷേ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്കൊരു ധൈര്യത്തിൽ കഴിക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ സുലു എന്നൊക്കെ പറഞ്ഞ് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഓള് പറഞ്ഞ് നമുക്ക് അവിടെ ഒരു ഹാർട്ടും കൂടിയും കൊടുത്താൽ, ഒരു ലവ് ചിഹ്നം എന്ന് ഓള് പറയാം, ലവ് ചിഹ്നം കൂടിയും കൊടുത്താൽ അപ്പോൾ എന്താ എന്ന് പറഞ്ഞാണ്ട് ഓള ഐഡിയക്ക് ഞാൻ അവിടെ ഒരു ലവ് ചിഹ്നം കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഓളെ ഉടുപ്പിൻ്റെ കളറ് തന്നെയാണ് കേട്ടോ, ഒരു വയലറ്റ് ഇങ്ങനെ ലാവണ്ടർ കളറാണ്. അപ്പോൾ ആ കളർ തന്നെ കേക്ക് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഓൾക്ക് സ്കൂൾക്ക് ഓളെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനുള്ള മിഠായി അത് ഓളെ അമ്മായി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ, നാത്തൂന്. ഓൾക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട് കേട്ടോ, മിറാക്കിൾ ഓഫ് കൽബ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു പേജിൽ നമുക്ക് ഓർഡർ ചെയ്താൽ ഇതേപോലെയൊക്കെ ഓൾ ചെയ്തു തരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഓൾ തന്നെയാണ് ഉണ്ടാക്കിയത്. ഇവിടെ വീട്ടിൽ വരുന്നവർക്ക് കൊടുക്കാനുള്ളതും ഒക്കെ. അപ്പോൾ സ്കൂളിൽ ഫ്രണ്ട്സിനൊക്കെ മിഠായി കൊടുക്കുന്ന വീഡിയോ ടീച്ചർ അവിടുന്ന് വീഡിയോ എടുത്തിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തരുന്നതെന്ന് കേട്ടോ. അവൾ തുറക്കൽ സ്കൂളിലാണ് പഠിക്കുന്നത് കേട്ടോ. പിന്നെ അമ്മായിൻ്റെ വക തന്നെ ഒരു സർപ്രൈസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. സർപ്രൈസ് ഗിഫ്റ്റ് ഓളെ അമ്മായിൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത് കേട്ടോ.
അപ്പോൾ ഓള് നല്ല പോലെ സർപ്രൈസ് ആയിട്ടോ. എന്താ വെച്ചാൽ ഓൾക്ക് ഒരു ധാരണയില്ലായിരുന്നു. ഞങ്ങളോട് പറഞ്ഞിരുന്നു ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ സുലൂട്ടിനോട് ഞങ്ങൾ പറഞ്ഞിട്ടേ അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഓള് പെട്ടെന്ന് വരും കൊണ്ടുവന്ന് തന്നപ്പോൾ ആരാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓൾക്ക് ഒരു ഐഡിയ ഇല്ല. ഓളിങ്ങനെ ആകെ ഇങ്ങോട്ട് എന്താ പറയുക അമ്പരന്ന് നിൽക്കുക കേട്ടോ. അപ്പം അങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റൊക്കെ കിട്ടി. പിന്നെ അതിന് ശേഷം രാത്രിയായി ഞങ്ങൾ കേക്ക് കട്ടിങ്ങൊക്കെ തുടങ്ങി കേട്ടോ. അതിൻ്റെ ആ ബാക്കത്തെ ഡെക്കറേഷൻ ഉണ്ടല്ലോ അത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്ത് കണ്ട് കൊടുത്തതാണ്. ആ 10 എന്നൊക്കെ, അവൾക്ക് 10 വയസ്സാണ് ആയത്. അപ്പോൾ അവളെ ഫ്രണ്ടാണിത് ദുവ. ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ എല്ലാവരും ഇങ്ങനെ കട്ടിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും ഒക്കെ ആയിട്ട് അതങ്ങനെ കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷം ഗിഫ്റ്റ് കൊടുക്കലായി കേട്ടോ. ഞങ്ങൾ വലിയ പരിപാടിയൊക്കെ ആണ്ടൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ ഇത് ബർത്ത്ഡേ എന്ന് പറയണത്. പക്ഷേ എല്ലാ കൊല്ലം ഇത് ഒരു സന്തോഷമാണല്ലോ, ഞങ്ങൾ മാത്രം കൂടിയിട്ട് ഒരു ഇത്. അതിൻ്റെ ഇടയിൽ ദുവ പിന്നെ അങ്ങനെ എടുത്തിരുന്നല്ലോ, ഓളങ്ങനെ വന്നതാണ്. ഞങ്ങൾ മാത്രം ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കും കേട്ടോ. വീട്ടിൽ നിന്ന് എല്ലാവരും ഉമ്മാൻ്റെ വക ഉപ്പാൻ്റെ വക അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചെറിയ ഗിഫ്റ്റുകളൊക്കെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുക. അത് എൻ്റെ മോനായാലും അതായത് നാത്തൂൻ്റെ മോനോ അല്ലെങ്കിൽ എൻ്റെ മോനോ ഒരു 3 ആളതാണ് ബർത്ത്ഡേ ഇങ്ങനെ കഴിക്കുക കേട്ടോ. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഉപ്പാൻ്റെ ഒരു നല്ല പാവസരാണ് കേട്ടോ. സ്വർണ്ണം എന്നല്ല കേട്ടോ, സ്വർണ്ണം എന്നൊക്കെ കരുതും കണ്ടാൽ. പിന്നെ ചെരുപ്പ് ഉമ്മമ്മാൻ്റെ ഇതാണ് കേട്ടോ, ഉമ്മമ്മാൻ്റെ ഗിഫ്റ്റാണ്. പിന്നെ ദുവൻ്റെ ഗിഫ്റ്റാണിത്. നല്ലൊരു പാൻറ്റും ഇങ്ങനെ കോഡ് സെറ്റ് എന്ന് പറയും. പിന്നെ അമ്മായിൻ്റെത്. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.